സോ വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി നമ്മുടെ ലണ്ടൻ്റെ കൂലി വകയാണ്. ശരിക്കും എന്താ വണ്ടിക്ക് ലിപ്പൊന്നുമില്ല, ഞാൻ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ലിപ്പ് വെച്ചേക്കുവാണ്. ഈ വണ്ടി ഞാൻ ഓടിച്ച് നോക്കിയ ഗൈസ്, സീം വണ്ടിയാണ്. നമുക്കെന്തായാലും ഈ ഒരു സ്റ്റാൻഡിൽ നിന്ന് വണ്ടി ഇറക്കാം. നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും ഞാൻ പറഞ്ഞില്ലെന്ന്. നമ്മളിപ്പോൾ പോകുന്ന ഒരു ട്രിപ്പിൽ എങ്ങോട്ടായിരുന്നു? ഒരു മൗണ്ടൻ കയറാൻ പോയി വണ്ടിയും കൊണ്ട്. അതെ ഗൈസ്, നമ്മളിന്നൊരു മൗണ്ടൻ കയറും. അപ്പോൾ വണ്ടീൻ്റെ ഇൻറ്റീരിയർ ഇങ്ങനെയാണ്. മേളിൽ നെയിം ബോർഡിൻ്റെ അവിടെയൊക്കെ തോറിൻ്റെ ചിത്രമൊക്കെ വെച്ച് നല്ല സീനാക്കി വെച്ചിട്ടുണ്ട്. ഈ വണ്ടി ഞാൻ കുറേ വട്ടം ഓടിച്ചിട്ടുണ്ട്. ആ ലണ്ടൻകാർ എനിക്ക് വേണ്ടി തന്നെയാണ് ഈ വണ്ടി. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി ഞാൻ ഇച്ചിരി മോഡിഫിക്കേഷൻ ചെയ്ത്, ഞാൻ മുന്നേ പറഞ്ഞ് ലിപ്പൊന്നും വണ്ടിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ലിപ്പൊക്കെ കയറ്റി. എനിക്കെന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടി കിട്ടിയപ്പോൾ ലിപ്പില്ലായിരുന്നു. ലിപ്പില്ല എന്നപ്പോൾ എനിക്ക് അങ്ങ് പിടിച്ചില്ല, കൊള്ളൂലായിരുന്നു ലിപ്പില്ലാതെ. അതുകൊണ്ട് ഞാൻ അങ്ങ് ലിപ്പ് വെച്ച്. ലിപ്പിന് നല്ല റേറ്റ് ആയിരുന്നു. ഞാൻ നല്ല ലിപ്പ് നോക്കിയാണ് വെച്ചത്. ഈ മൗണ്ടനൊക്കെ കയറാൻ പോവില്ലേ, എന്തുവാ ബ്രോമോ മൗണ്ടൻ, അങ്ങനെ കാണാം മൗണ്ടൻ്റെ പേര്. അപ്പോൾ ബ്രോമോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ മൗണ്ടൻ വരുന്നത്. അപ്പോൾ നമുക്ക് ആൾക്കാരെ പോയി പിക്കപ്പ് ചെയ്യണം. ഞാൻ അവരെ ഒന്നും പിക്ക് ചെയ്തില്ല. ഒരു വണ്ടി വണ്ടിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ലെതർ പോലെ ഡിസൈനുണ്ട്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ വണ്ടി ഓടിക്കുന്നത്. നെയിം ബോർഡിലൊക്കെ ഇങ്ങനത്തെ ഡിസൈനും പിന്നെ ലെതറും ഒക്കെ വരുന്ന വണ്ടി ഞാൻ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. ഇതിപ്പോൾ മോഡൽ വരുവാണ് നമ്മുടെ സെഡാസ്ത്ര ലയൺ കിങ് BS6 ലയൺ കിങ് ബാക്ക്. ഇത് ശരിക്കത്തെ സെഡാസ്ത്രയ്ക്ക് ഇത്ര നീളമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പോൾ ഒരു ബാക്ക് എക്സ്റ്റെൻഡ് ചെയ്തൊരു വണ്ടിയാണ് എടുത്തത്. അതുകൊണ്ടേ ഹാൻഡലിങ് ഇച്ചിരി പാടാണ്, വളവൊക്കെ. പിന്നെ ഈ വണ്ടീൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വളയ്ക്കാൻ. ഇപ്പം നമുക്ക് ലെഫ്റ്റിലോട്ട് വളയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ലതായിട്ട് വളയ്ക്കും. ഇതിപ്പോൾ നമുക്ക് റൈറ്റിലോട്ട് ഇങ്ങോട്ടാണ് വളയ്ക്കണ്ടെങ്കിൽ ഈ ഭാഗത്ത് കണ്ട് ഇവിടെ ഇങ്ങനത്തെ ബോഡി ഡോർ ഇങ്ങനെ വരുന്നതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റൂല വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. നമ്മളെന്തായാലും ആൾക്കാരെ പിക്കപ്പ് ചെയ്യാൻ ഒരു സ്ഥലത്തെത്തി. വേണ്ട കയറ്റി അങ്ങ് ഇടാം. ഞാൻ ലഗേജ് ഇതൊക്കെ തുറന്നു കൊടുക്കട്ടെ. ഓക്കെ, ഞാൻ ഗൈസ് ഇതെല്ലാം തുറന്നിട്ടിട്ടുണ്ട്. ഇനി ആൾക്കാർക്ക് അതങ്ങ് ഇട്ടാൽ മതി സാധനങ്ങൾ. ഇന്നൊന്നും കയറൂല, അതുകൊണ്ട് ഞാൻ സ്കിപ്പടിച്ച്. ഗൈസ് ഇവരാണ് ചിലവർ, മിക്കവരും നല്ല വലിയ ബാഗ്, മറ്റേ നമ്മൾ ഹോസ്റ്റലിലൊക്കെ പോകുന്നേരം കൊണ്ടുപോകുന്ന ബാഗില്ലേ, നല്ല വലിയ ബാഗ്. അത്ര ബാഗും കൊണ്ടാണ് മിക്കവാറും വന്നേക്കുന്നത്. ആ മലേൻ്റെ മേളിൽ കയറി മിക്കവാറും താമസിക്കാൻ വേണ്ടി പോവാന്ന്. അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ വൈപ്പർ വർക്കാകുന്നില്ല. ഞാൻ ഈ താഴത്തെ സംഭവം ഓഫ് ചെയ്തിട്ട്. ഇവിടെ എന്ത് സംഭവം, ഇവിടെ വണ്ടി ഇടിച്ചോ ചേടാ. ഇത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ഈ വണ്ടിക്കാരനെ ചെറുതായിട്ട് തട്ടി. എൻ്റെ കുറ്റമാണ്. അത് കേട്, നമുക്കിവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാം. ഞാൻ ഈ ഒരു സംഭവം തപ്പായിരുന്നു. ഈ വണ്ടി ഞാൻ ഇത്ര നേരം ഓടിച്ചിട്ടും ഈ ചുമല കളർ വന്നില്ലായിരുന്നു. അതൊരു എനിക്ക് വിഷമമായിപ്പോയി. ഈ ഫ്രണ്ടുകാരി കൂടെ ഓടിച്ച് അവിടെ കുഞ്ഞ് കോമറ്റ് ഞാൻ വരുന്ന കണ്ടില്ല, അതുകൊണ്ട് നേരെ ചെന്ന് ഇടിച്ച്. എന്തായാലും കുഴപ്പമില്ല, ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ല ഇടിച്ച കാര്യം. അതിപ്പോൾ എനിക്കൊരു മാസത്തിന് വേണ്ടി വണ്ടി ഞാൻ റെൻറ്റ് ചെയ്തെടുത്തേക്കുവാണ്. ഞാൻ സാധാരണ വണ്ടിയൊക്കെ റെൻറ്റ് ചെയ്യുവാണ്. ഞാൻ ഒരു ദിവസം മാക്സിമം എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക, അത്ര ഒരു മാക്സിമം 4 ദിവസത്തിൻ്റെ റെൻ്റായിരിക്കും ഞാൻ എടുക്കുന്നത്. ഇതിപ്പോൾ വണ്ടീൻ്റെ ലാസ്റ്റ് ഓട്ടം ഈ ഒരു കഴിഞ്ഞത് കൊണ്ട് അവരെന്തായാലും വിൽക്കും. അതുകൊണ്ട് വണ്ടിക്ക് വല്ല കുഴപ്പമുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ 1 മാസത്തിൻ്റെ റെൻറ്റിന് തന്നെ. എന്തായാലും ലണ്ടൻകാർ നല്ല ഉടമസ്ഥക്കാരാണ്. നമുക്ക് എന്തായാലും വണ്ടി 1 മാസത്തിന് കിട്ടിയല്ലേ. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞു വന്ന ഇവിടെ നിന്ന് ലണ്ടൻകാർ നല്ല ഉടമസ്ഥക്കാരാണ്. നമുക്ക് വണ്ടി 1 മാസത്തിന് വേണ്ടി തന്നതേ.
ഇതിപ്പം നമ്മൾ സ്ഥലം എത്താറായി. ഇത് അടുത്ത കുഞ്ഞ സ്ഥലത്താണ് നമ്മൾ. ഇവിടെ നിന്ന് ചുറ്റിക്കറങ്ങി അതെ ഇവിടം വരെ പോകണം. ഇതൊരു ഹൈ റേഞ്ച് പോലത്തൊരു സ്ഥലമാണ്. ഹൈ റേഞ്ച് അല്ല, ഒരു ഹൈ റേഞ്ചാണെന്ന് വേണേൽ പറയാം. ഓഫ് റോഡൊന്നും ഇല്ല. ഓഫ് റോഡ് ഉണ്ട്. ഇതിപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് റോഡ്, ഒറ്റൊരു വണ്ടിക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പുറത്തൊന്നും അല്ല ബസ് വല്ലതും വരുവാണെങ്കിൽ തീർന്നു. കാരണം നമ്മുടെ വണ്ടി തന്നെ മിക്ക സ്ഥലവും എടുക്കുന്നുണ്ട്. വല്ല കാറ് മറ്റേ കോമറ്റ് വല്ലതും ആണെങ്കിൽ അത് കുഴപ്പമില്ല, അത് നമുക്ക് നിസ്സാരമായിട്ട് പോവാം. ഇവിടെ ചുരം വരുന്നുണ്ട്, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഒരു ചുരം വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ആ ചുരത്തിലൊക്കെ വണ്ടി കയറുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അയ്യോ ഒറ്റ ഇടി. ഇതാണ് പ്രശ്നം. ഞാൻ ഈ വണ്ടി ഇതുവരെ കൊണ്ടുവരാൻ നേരം ഇടിക്കല മുഴുവൻ. ഒരു വട്ടം കൊണ്ടുവന്നു ഞാൻ റെക്ലെസ് ഡ്രൈവിങ് ചെയ്ത് ഒറ്റ ഇടി. പിന്നെ ഒരു വട്ടം ഞാൻ റിവേഴ്സ് ചെയ്ത് ഒരു ബിൽഡിങ്ങിൽ പോയി ഇടിക്കാൻ നോക്കിയത്, നേരെ കാട്ടിപ്പോയി. നിങ്ങൾ ഈ ഇറക്കത്തിലൊക്കെ വരാൻ നേരം ഇച്ചിരി സ്പീഡ് കുറച്ച് വേണം വരാൻ. നമ്മളിപ്പോൾ വീഡിയോൻ്റെ ഉന്മേഷത്തിന് വേണ്ടിയാണ് ഞാൻ ഈ കട്ട സ്പീഡ് ഇടുന്ന വണ്ടി. നിങ്ങൾ വല്ലതും വരുവാണെങ്കിൽ ബസ്സുണ്ടെങ്കിൽ നിങ്ങൾ ബസ്സും കൊണ്ട് വരുക, അല്ലെങ്കിൽ വല്ല ഒമ്നിയ, ഇന്നോവ ക്രിസ്റ്റയോ ഫോർച്യൂണറോ ഏതെങ്കിലും കാറും കൊണ്ട് വരിക. ഇവിടെ ഒരു ഓഫ് റോഡ് വരുന്നുണ്ട്. ആ ഓഫ് റോഡ് ഞാൻ കൂടുതൽ സ്പോയിൽ ചെയ്യുന്നില്ല, ഓഫ് റോഡിന് മാത്രം പറയുന്നുള്ളൂ. പിന്നെ എനിക്കറിഞ്ഞൂടെ ശരിക്കും മൗണ്ടനിലോട്ടാണ് പോകുന്നതെന്ന്. കാരണം ഇവർ കൊണ്ട് നിർത്തുന്ന വേറെ സ്ഥലത്തുമല്ലോ. കയറ്റം കയറുമോ ഗൈസ് വണ്ടി? 90 ഡിഗ്രി കയറ്റോ വണ്ടി ഇപ്പോൾ കയറിക്കൊണ്ടേയിരിക്കുന്നു. എന്തായാലും സെഡാസ്ത്ര ആയതുകൊണ്ട് ഏത് കുന്ന് കയറിയും വരും. ഗൈസ് നമ്മൾ ഡൊറാൻഡോൻ്റെ പിക്സി എടുത്തായിരുന്നു. അത് ഞാൻ ഈ അടുത്താണ് എടുത്തത്. അതുകൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഡൊറാൻഡോൻ്റെ പിക്സിയും കൊണ്ട് ഞാൻ വരാം. ഞാൻ ഇപ്പോൾ ഡൊറാൻഡോൻ്റെ 3 വണ്ടി എടുക്കാൻ നോക്കുക. ഇപ്പോൾ പിക്സി കിട്ടി. ഇനി നമുക്ക് വേണ്ട ഡൊറാൻഡോൻ്റെ ടർബോയും ഡൊറാൻഡോ സോണിക്കുമാണ് വേണ്ട. എൻ്റെ കയ്യിൽ പണ്ട് കുറേ കൊമ്പനൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അക്കൗണ്ട് മാറി വന്നപ്പോൾ അതെല്ലാം കൊമ്പൻ മാറി വേറെ മൈലാഞ്ചിയൊക്കെയായി വന്ന്. എനിക്ക് ആ വണ്ടി ഇഷ്ടമല്ല. ഞാൻ നിങ്ങളെയും കൂടി കാണിക്കുകയാണ്, നിങ്ങൾക്കാണ് ചിരി വരും. കാരണം പഞ്ചാബി ലുക്ക് മുഴുവനും. പിന്നെ നമ്മുടെ വയനാടൻ വണ്ടി മാറി ഇപ്പോൾ ട്രാവലസ്റ്റോ അങ്ങനെ എങ്ങാണ്ടാ പേര്. ആ ഒരു വണ്ടിയായി. അതെന്തായാലും സ്റ്റിക്കർ വർക്ക് മാത്രം ചെയ്താൽ മതി. ഈ മോഡിനൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് താഴെ നോക്കുവാണെങ്കിൽ ഒരു ഓഫ് റോഡ് കാണാം. ഇത് വലിയൊരു ഓഫ് റോഡല്ലേ. അതായത് അവിടെ കൊണ്ട് വണ്ടി നിർത്തണ്ടേ. ഇവിടെ നിന്ന് കാണാം, ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരു ക്ഷേത്രം പോലത്തെ ഒരു സംഭവം കണ്ട, അവിടെ കൊണ്ടാണ് നമുക്ക് വണ്ടി ഇറക്കണ്ടേ. ഞാൻ ഫസ്റ്റ് ശരിക്കും വിചാരിച്ച് ഈ ട്രിപ്പ് മുഴുവൻ ഒറ്റ വീഡിയോ ക്യാപ്ചർ ചെയ്യാമെന്ന്. പക്ഷെ പറ്റിയില്ല. ദാറ്റ്സ് ഈസ് മൈ ഫുൾട്ട്. നമുക്കെന്തായാലും ഇവിടെ കയറി വരാൻ നേരം നല്ല കട്ടി ചുരമൊക്കെ. അവിടെ സ്ഥലത്ത് നിന്ന് വരാൻ നേരേ അയ്യോ, ഈ ചുരത്തിലൊക്കെ വരാൻ നേരം നിങ്ങൾ ഇച്ചിരി പതുക്കെ വരണം. ഇതൊക്കെ എന്നാ ചുരവോ വല്ല ബസ്. ഇത്ര നേരം ഇവിടെ വന്നിട്ട് ഞാൻ ബസ് കണ്ടില്ല, ഓർമ്മയില്ല. അപ്പം നമ്മളങ്ങനെ ഓഫ് റോഡ് സ്ഥലത്തെത്തി. അങ്ങനെ ഓഫ് റോഡ് വന്ന് നമ്മൾ, ഇതാണ് ഓഫ് റോഡ് ഞാൻ പറഞ്ഞത്. വലിയ ഓഫ് റോഡൊന്നും അല്ല, ഒരു കുഞ്ഞ്. നമുക്ക് ഏത് വണ്ടിയും കൊണ്ടുവരുവാണേലും, ഇപ്പോൾ ബൈക്ക് വരെ കൊണ്ടുവരുവാണെങ്കിൽ ഓടാൻ പറ്റുന്ന ഓഫ് റോഡാണ്. അല്ല പിന്നെ അപ്പോൾ ബസ്. നമുക്കെന്തായാലും ഒരു മിനിറ്റ്, ഞാൻ മറ്റേ ലഗേജൊക്കെ തുറന്നു കൊടുക്കട്ടെ. ഇതെന്ത്? ഞാൻ എന്തായാലും ലഗേജൊക്കെ തുറന്നിട്ട് നമ്മളപ്പോൾ ലഗേജൊക്കെ തുറന്ന് ഡോറും കൂടി ഒക്കെ തുറന്നിട്ടേക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ ഇത്രേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത്. പിന്നെ നിങ്ങൾക്കിനി വന്ന വഴി തിരിച്ചു പോകുന്ന വീഡിയോയും കൂടി വേണമെങ്കിൽ ഒന്ന് കാണുക. ഞാൻ ഇപ്പോൾ ഈ വണ്ടി കൊണ്ട് ആ ഷെഡിൽ കൊണ്ടുവല്ലാം പാർക്ക് ചെയ്തിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ ഗൈസ്.